ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ വോയിസ് ഓവറാണ് ഇത്രയും നാളും ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഫേസ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യേണ്ടതായി വന്നിരിക്കുകയാണ്. പക്ഷെ അതിനാവശ്യമായ സ്റ്റുഡിയോ സെറ്റപ്പ് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോകളിൽ ചില പോരായ്മകൾ വന്നേക്കാം. എന്നാൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞാൻ എത്രയും വേഗം പരിഹരിക്കുന്നതാണ്. എന്നാൽ ആ അനുഭവങ്ങൾ പറയട്ടെ. ഈ അനുഭവം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് സത്യയാണ്. സത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. 2008 ഒക്ടോബറിൽ എനിക്കുണ്ടായ ഭയപ്പെടുത്തുന്ന ഒരനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അന്ന് എനിക്ക് 22 വയസ്സായിരുന്നു. എൻ്റെ സ്കൂൾ കൂട്ടുകാരിൽ ഒരാൾ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ രാജസ്ഥാനിലെ ജലോർ എന്ന അവൻ്റെ ജന്മനാട്ടിലേക്ക് കൂടെ വരാൻ എന്നോട് ആവശ്യപ്പെട്ടു. 20കളുടെ തുടക്കമായിരുന്നതിനാലും പുതിയ സ്ഥലങ്ങൾ കാണാൻ താല്പര്യമുണ്ടായിരുന്നതിനാലും മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിച്ചു. ബോംബെയിൽ നിന്ന് മൗണ്ട് അബു വരെയും അവിടെ നിന്ന് ജലോർ വരെയും നീണ്ട 20 മണിക്കൂറിലധികം വരുന്ന കഠിനമായ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിലെത്തിച്ചേർന്നു. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. രാജസ്ഥാനിലെ ആ കുഗ്രാമം ഞാൻ എങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു ചെറിയ വീട്ടിൽ വെച്ച് ദേവീ പൂജ നടത്താനായിരുന്നു എൻ്റെ കൂട്ടുകാരന് താല്പര്യം. വൈകുന്നേരം ഏകദേശം 4 മണിയോടെ ഞങ്ങൾ ആ വീട്ടിലെത്തി. എനിക്ക് ആ പൂജയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ വീട്ടിലെ സ്ത്രീയിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടെന്നും നവരാത്രി കാലത്ത് സൂര്യാസ്തമയത്തിന് ശേഷം ആ സ്ത്രീയിൽ ദേവി ആവേശിക്കാറുണ്ടെന്നും എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിരുന്നു. അവിടെ വരുന്നവരെയെല്ലാം അവർ അനുഗ്രഹിക്കാറുണ്ടായിരുന്നു. ഭക്തരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിൽ നിന്ന് മുക്തി നേടാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനും അവർ പ്രശസ്തയായിരുന്നു. എന്തായാലും ഇതെല്ലാം നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ രാത്രി ഏതാണ്ട് 10 മണിയായിരുന്നു. അവൻ്റെ വീട്ടിൽ തങ്ങാൻ കൂട്ടുകാരൻ നിർദ്ദേശിച്ചെങ്കിലും ചില പ്രധാനപ്പെട്ട ജോലികൾ ഉള്ളതിനാൽ അടുത്ത ദിവസം തന്നെ എനിക്ക് ബോംബെയിൽ എത്തണമായിരുന്നു. അതുകൊണ്ട് അവിടെ താമസിച്ച് സമയം കളയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. പകരം കൃത്യസമയത്ത് ബോംബെയിൽ എത്താനായി ഇപ്പോൾ തന്നെ പുറപ്പെടാമെന്ന് ഞാൻ അവനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അവിടെ നിന്നും 120 കിലോമീറ്റർ അകലെയുള്ള മൗണ്ട് അബു റെയിൽവേ സ്റ്റേഷനിൽ എത്തണമായിരുന്നു ഞങ്ങൾക്ക്. ആളൊഴിഞ്ഞ ഒരു ഗ്രാമമായിരുന്നു അത്. ആ സമയത്ത് ഒരു വാഹനം കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു. കുറച്ച് ശ്രമിച്ചതിന് ശേഷം മൗണ്ട് അബുവിൽ എത്തിക്കാൻ ഇരട്ടി ചാർജ് വാഗ്ദാനം ചെയ്തപ്പോൾ ഒരാൾ താല്പര്യം കാണിച്ചു. ഒടുവിൽ അയാൾ സമ്മതിച്ചു. ഒരു 30 മിനിറ്റിനുള്ളിൽ വരാമെന്നും അതിനുശേഷം ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിക്കാമെന്നും അയാൾ പറഞ്ഞു. ഇതിനിടയിൽ ആ സമയത്ത് യാത്ര ചെയ്യരുതെന്നും അവിടെ തന്നെ തങ്ങണമെന്നും അവിടെയുള്ളവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് ആ പ്രദേശം മുഴുവനും അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുള്ളതായിരുന്നു. അവരിൽ പലർക്കും അത് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ ഈ സമയത്ത് പോകുന്നത് ശരിയല്ല. ഇവിടെ വല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പോകരുത്. ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവർ ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞതൊക്കെ ഞാൻ അവഗണിച്ചു. ഡ്രൈവർ പറഞ്ഞ 30 മിനിറ്റ് 90 മിനിറ്റായി മാറി. ഒടുവിൽ കുറച്ച് വിസ്കിയൊക്കെ അടിച്ച ശേഷമാണ് അയാൾ എത്തിയത്. അവസാനം ഞങ്ങൾ പുറപ്പെട്ടു. അതൊരു സാധാരണ തുറന്ന നീല ജീപ്പായിരുന്നു. മടിയനായ എൻ്റെ കൂട്ടുകാരൻ പിൻസീറ്റിൽ കയറി ഉറക്കമായി. ഞാൻ ഡ്രൈവറുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആകെ ഉണ്ടായിരുന്ന വെളിച്ചം ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് മാത്രമായിരുന്നു. റോഡിന്റെ അവസ്ഥ പലയിടത്തും വളരെ മോശമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ ധാരാളം കുഴികളുള്ള ഒരു റോഡിലെത്തി. അത് കടന്നു പോകാൻ ജീപ്പിന്റെ വേഗത നന്നേ കുറയ്ക്കേണ്ടതായി വന്നു. കുഴികൾ നിറഞ്ഞ ആ വഴി കടക്കുമ്പോൾ ആരോ എൻ്റെ ചെവിയിൽ വരൂ വരൂ എന്ന് വളരെ വ്യക്തമായി മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. തൊട്ടടുത്ത നിമിഷം ജീപ്പിൽ ആരോ ഇരുന്ന് ചിരിക്കുന്നത് പോലെ ഉച്ചത്തിലുള്ള ഒരു ചിരി ഞാൻ കേട്ടു. പെട്ടെന്ന് പിൻസീറ്റിലേക്ക് ഞാൻ നോക്കി. എൻ്റെ കൂട്ടുകാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. അടുത്ത നിമിഷം തന്നെ ഞാൻ ഡ്രൈവറെ നോക്കി. അയാളും ആ ചിരിശബ്ദം ഞാൻ കേട്ടോ എന്നറിയാൻ എന്നെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വല്ലാണ്ട് ഭയന്നു പോയിരുന്നു. അയാൾ ആവുന്നത്ര ശക്തിയിൽ ആക്സിലേറ്റർ അമർത്തി.
പെട്ടെന്ന് തന്നെ ജീപ്പ് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ തുടങ്ങി. ഞാനും ഡ്രൈവറും ഒരുപോലെ ഭയന്നിരുന്നു. ആ സ്ഥലത്തിന്റെ ഭീകരത അറിഞ്ഞിട്ടും ഞങ്ങളെ കൊണ്ടുവിടാൻ സമ്മതിച്ചതിന് ഡ്രൈവർ സ്വയം ശപിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ആ ചിരി ഇടയ്ക്കിടെ ഉച്ചത്തിൽ കേട്ടുകൊണ്ടേയിരുന്നു. ഓരോ സെക്കൻഡ് കഴിയുന്തോറും ഞങ്ങളുടെ പേടി കൂടിക്കൂടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ജീപ്പിനകത്തും പുറത്തും നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഡ്രൈവർ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് പുറകോട്ട് നോക്കരുതെന്ന് എന്നോട് പറഞ്ഞത്. കാരണം ആരോ അയാളുടെ തോളിൽ കൈവച്ചുവെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് നടന്ന ഓരോ സംഭവങ്ങളും വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കുറച്ചകലെ റോഡിന്റെ വശത്ത് ആരോ നിൽക്കുന്നതായി ഞങ്ങൾ കണ്ടു. വിജനമായ ആ സ്ഥലത്ത് അയാൾ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീപ്പ് അടുത്തെത്തിയപ്പോൾ അയാൾ റോഡിന് നടുവിലേക്ക് വന്നു. അവിടെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ആകെ ഭയന്നിരുന്നു. ആ മനുഷ്യനും ജീപ്പും തമ്മിൽ ഏകദേശം 10 അടി ദൂരം മാത്രം ബാക്കിയുള്ളപ്പോൾ അയാൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ മരവിച്ച അവസ്ഥയിലായി പോയിരുന്നു. മൗണ്ട് അബുവിൽ എത്തുന്നത് വരെ അയാൾ അതേ വേഗതയിൽ ജീപ്പ് ഓടിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഇനി മറ്റൊരു അനുഭവം പറയാം. ഈ അനുഭവം ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് രജിത്താണ്. അതിനാൽ രജിത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ ആ അനുഭവം കേട്ടോളൂ. ചിത്രകൂടിലെ ആ രാത്രി. 2016 ഡിസംബറിലാണ് ഞങ്ങൾ ചിത്രകൂടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. വീട്ടുകാരെ അറിയിക്കാതെ പെട്ടെന്നെടുത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു അത്. ഒടുവിൽ കാൺപൂരിൽ നിന്നുള്ള ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി ഞങ്ങൾ അവിടെ എത്തി. ഞാനും അതുലും രാഹുലും ഞങ്ങൾ ആ യാത്ര നന്ദി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ മന്ദാകിനി നദിയിലേക്ക് പോയി. അവിടെ ഒന്ന് കുളിച്ചു. അതിനുശേഷം ഗുപ്ത് ഗോദാവരി, ഹനുമാൻ ധാര എന്നിവ സന്ദർശിച്ചു. വൈകുന്നേരമായപ്പോൾ രാംഘാട്ടിലെ ആരതിയിലും പങ്കെടുത്തു. പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾക്ക് കാൺപൂരിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടിയിരുന്നതിനാൽ ഞങ്ങൾ ചിത്രകൂട് സ്റ്റേഷനിൽ തിരിച്ചെത്തി. പുലർച്ചെ 2:30-ക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ വരേണ്ടിയിരുന്നത്. സമയം രാത്രി ഏകദേശം 10 മണിയായിട്ടുണ്ടാകും. കനത്ത മഞ്ഞും തണുപ്പും കാരണം സ്റ്റേഷനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ഇരുന്ന് യാത്രയുടെ ചിലവുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് എൻ്റെ അമ്മയുടെ കോള് വന്നത്. അമ്മ, നീ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഹോസ്റ്റലുണ്ടെന്ന് മറുപടി പറഞ്ഞു. നീ ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചതും ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേട്ട ആ അനൗൺസ്മെന്റ് ശബ്ദം ട്രെയിൻ നമ്പർ 6736 ജബൽപൂർ ചിത്രകൂട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നു. അമ്മ, സത്യം, നീ ശരിക്കും എവിടെയാ? ഞാൻ ചിത്രകൂടിലാണ്. അവസാനം ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് അമ്മയോട് എനിക്കെല്ലാം തുറന്നു പറയേണ്ടതായി വന്നു. അതോടെ അമ്മയുടെ നിയന്ത്രണം പോയി. കലിപ്പിന്റെ അറ്റത്തായിരുന്നു അമ്മ. നീ ഒന്ന് തിരിച്ചു വാ, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞങ്ങൾ വീണ്ടും ചിലവുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് രാഹുലും അതിലും എന്നെ എതിർത്ത് സംസാരിച്ചപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നു. ഞാൻ അവരോട് കയർത്തു. നിർത്ത്, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ പോവുകയാ. അതിൽ എന്നെ അവന്റെ കൂടെ ഇരിക്കാൻ നിർബന്ധിച്ചു. നല്ല തണുപ്പാണെന്നും ഫോൺ ഓഫാണെന്നും അവൻ എന്നോട് പറഞ്ഞു. കൂടാതെ അവൻ എന്നോട് ക്ഷമ പോലും ചോദിച്ചു. എന്നിട്ടും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി പ്ലാറ്റ്ഫോം നമ്പർ 3 ഒരു ബെഞ്ചിൽ പോയിരുന്നു. മഞ്ഞു മാത്രമല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് ആണ്ടുപോവുകയും ജീവിതത്തിലെ നല്ലതും ചീത്തതുമായ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ചൂടുള്ള ഒരു സ്പർശനം എനിക്ക് അനുഭവപ്പെട്ടു. നോക്കിയപ്പോൾ ഒരു വൃദ്ധ എൻ്റെ അടുത്തിരിക്കുന്നു. മോനെ, ജബൽപൂർ ചിത്രകൂട് ട്രെയിൻ എപ്പോഴാ വരിക? മുത്തശ്ശി, ട്രെയിൻ എപ്പോഴേ വന്നുപോയി. ആണോ? ഒരു കാര്യം ചെയ്യ്, മുത്തശ്ശി സ്റ്റേഷൻ്റെ അകത്ത് പോയി അവിടെ ഇരിക്കെ. മോന് ഈ മുത്തശ്ശിയെ അവിടെ കൊണ്ടൊന്ന് ആക്കാമോ? അവർ ആ റെയിൽവേ സ്റ്റേഷൻ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിന് നേരെ വിരൽ ചൂണ്ടി. നല്ല മഞ്ഞും ഇരുട്ടും കാരണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെന്തിനാ? മുത്തശ്ശി അവിടെയുള്ള ആ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കെ. ഇല്ല, ദാ കാണുന്നത് എൻ്റെ സത്രമാണ്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ദയവായി മോൻ എന്നെ അവിടം വരെ ഒന്ന് എത്തിക്കൂ. ശരി, വരാം. പെട്ടെന്ന് ആ സ്ത്രീ എന്തൊക്കെയോ പറയാൻ തുടങ്ങി.
വളരെ പതുക്കെയാണ് അവർ സംസാരിച്ചത്. എനിക്കത് ചില മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലെയാണ് തോന്നിയത്. എന്തോ വശപ്പിശകുണ്ടെന്ന് തോന്നിത്തുടങ്ങിയെങ്കിലും അതൊരു പുണ്യസ്ഥലമായതുകൊണ്ട് അവരെ സഹായിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. 2 മിനിറ്റിന് ശേഷം പിന്നിൽ നിന്നും ഒരൊച്ച കേട്ടു. രജിത്തെ, നീ എന്താടാ ചാവാൻ പോവുകയാണോ? രാഹുലിന്റെ ആ ശബ്ദം കേട്ടതും ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നെന്നും അവന്റെ ആ ശബ്ദം എന്റെ ആ സ്വപ്നത്തെ തടസ്സപ്പെടുത്തിയെന്നും എനിക്ക് തോന്നി. ഞാൻ സ്തംഭിച്ചു പോയി. അവിടെ തകർന്ന റെയിൽവേ ട്രാക്കുകളും മരങ്ങളും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ആ വൃദ്ധയും അവിടെ എങ്ങുമില്ലായിരുന്നു. ഞാൻ നടന്ന സംഭവമെല്ലാം അവനോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പേടിച്ച് വിയർക്കുന്നുണ്ടായിരുന്നു. സമയം നോക്കിയപ്പോൾ പുലർച്ചെ 2 മണി. 1 മണിക്കൂറിന് ശേഷം ട്രെയിൻ വന്നു. ഒടുവിൽ ഞങ്ങൾ കാൺപൂരിലേക്ക് തിരിച്ചു പോന്നു. കാൺപൂരിൽ തിരിച്ചെത്തിയ ശേഷം ഇതേ സംഭവം ഞാൻ വീണ്ടും സ്വപ്നത്തിൽ കണ്ടു. എന്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം എനിക്ക് ഇതേവരെ മറക്കാൻ സാധിച്ചിട്ടില്ല. ആ വൃദ്ധ ആരായിരുന്നു എന്നുള്ള ചോദ്യം എന്നെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. വർഷം 2008 ആയിരുന്നു. ഞാനിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എൻ്റെ അച്ഛൻ അന്ന് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു. മനോഹരമായ മലനിരകളും ചെറിയ പുഴകളും ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ സ്ഥലത്ത് കൂടുതലും മലനിരകളായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയായാൽ ഇവിടം തികച്ചും ഒറ്റപ്പെട്ടതും വളരെ ഭയപ്പെടുത്തുന്നതുമായ ഒരു സ്ഥലമായി മാറും. ഞങ്ങളുടെ അയൽപ്പക്കത്ത് 25 വയസ്സുള്ള ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. ആ ചെറുപ്പക്കാരന് പഠനത്തിൽ വലിയ താല്പര്യമില്ലാതിരുന്നതിനാൽ 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ സ്കൂൾ പഠനം ഉപേക്ഷിച്ചിരുന്നു അവൻ. മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു അവൻ. പിന്നീട് അവർ അവന് ഒരു STD ബൂത്ത് തുടങ്ങിക്കൊടുത്തു. അക്കാലത്ത് വീടുകളിൽ സ്മാർട്ട് ഫോണുകൾ അത്ര സാധാരണമായിരുന്നില്ല. എൻ്റെ തലമുറയിലും അങ്ങനെ തന്നെ. പതുക്കെ പതുക്കെ അവൻ ചില മോശം കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടു. അവൻ പുകവലിക്കുകയും കഞ്ചാവിനും മദ്യത്തിനും അടിമയാവുകയും ചെയ്തു. ആ പെൺകുട്ടി അവൻ്റെ STD ബൂത്തിൽ ഫോൺ വിളിക്കാൻ വരുമായിരുന്നു. അവിടെ വെച്ചാണ് അവർ പ്രണയത്തിലാകുന്നത്. പെട്ടെന്നൊരു ദിവസം അവൻ്റെ ജന്മദിനത്തിൽ അവനെ കാണാതെയായി. പിന്നീട് അറിഞ്ഞത് ഉച്ചഭക്ഷണത്തിന് ശേഷം കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിയതായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ അമിതമായി മദ്യപിക്കുകയും അയൽപക്കത്തെ ഒരു കടക്കാരനുമായി വഴക്കിടുകയും ചെയ്തു. തർക്കം മൂത്ത് അതൊരിടിയിൽ കലാശിച്ചു. അങ്ങനെ കോളനിയിലുള്ളവർ ഇടപെട്ടപ്പോൾ അവൻ ഒളിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. അന്ന് രാത്രി വൈകി പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ചേർന്ന് അവനെ കൊലപ്പെടുത്തി. കാരണം അവർ ആ ബന്ധത്തിനെതിരായിരുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛൻ ജാതി വ്യവസ്ഥയിൽ ശക്തമായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്റെ മകളുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൻ നന്നായി മദ്യപിച്ചിരുന്ന ആ രാത്രിയിൽ അവനെ അവർ കൊന്നുകളഞ്ഞു. അവർ അവന്റെ മൃതദേഹം പുഴയിലെറിഞ്ഞു. പക്ഷേ യാഥാർത്ഥികമായി ആ മൃതദേഹം ഒഴുകി പുഴയുടെ തീരത്തേക്ക് തന്നെ തിരിച്ചെത്തി. അവിടെ വെച്ചാണ് ആ ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. പോലീസ് അന്വേഷണം, അറസ്റ്റ്, ആ ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തലുകൾ, അങ്ങനെ 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് അവന്റെ ഡെഡ് ബോഡി പോലീസുകാർ കണ്ടെത്തിയത്. അവന്റെ ശരീരം കണ്ടെത്തിയ ആ സ്ഥലത്ത് വെച്ച് കോളനിയിലുള്ളവർ അവന്റെ പ്രേതത്തെ കാണാൻ തുടങ്ങി. ആ വഴി കടന്നു പോകുന്ന ആളുകളോട് അവൻ സഹായം ചോദിക്കാറുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊന്നും അവിടെയും തീർന്നില്ല. രാത്രി സമയങ്ങളിൽ അവന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ആരോ അമ്മയെന്ന് വിളിക്കുന്നതായി അവന്റെ അമ്മയും പറയാറുണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ ഇതൊക്കെ അവരുടെ തോന്നലുകളാണെന്നും അവർ അമിതമായി ചിന്തിക്കുന്നതാണെന്നുമാണ് ഞാൻ കരുതിയത്. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വിചിത്രമായ സംഭവം എൻ്റെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു. അന്നു മുതൽ ഞാൻ അമാനുഷിക കാര്യങ്ങളിൽ ശക്തമായി വിശ്വസിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങളുടെ അയൽപ്പക്കത്തെ കുടുംബം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോൾ രാത്രി ഏകദേശം ഒരു 10:30 ആയിരുന്നു. അവന്റെ മൃതദേഹം കണ്ടെത്തിയ ആ പുഴയ്ക്കടുത്തുള്ള റോഡ് മുറിച്ചു കടന്നാണ് അവർ തിരിച്ചെത്തിയത്. വീട്ടിലെത്തിയ ശേഷം ആ അയൽക്കാരനായ അമ്മാവന്റെ മരുമകൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. പെട്ടെന്ന് ആ പെൺകുട്ടി അവളുടെ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയും ഒരു കാരണവുമില്ലാതെ അയാളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ഇത് കണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവും അവരുടെ വീട്ടുകാരും ആകെ അത്ഭുതപ്പെട്ടു പോയി. ഭർത്താവ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴെല്ലാം അവൾ അവനെ തള്ളിമാറ്റി. നീ എന്താണിങ്ങനെ പെരുമാറുന്നതെന്ന് ഭർത്താവ് ചോദിച്ചപ്പോൾ കടുത്ത ദേഷ്യത്തോടെ
ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഞാൻ ശങ്കറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ സംസാരിച്ചത്. ഈ ശങ്കർ മുമ്പ് മരിച്ചുപോയ ആ ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഫുട്ബോൾ കളിച്ചതും ക്ലാസ്സിൽ പോയതും മാർക്കറ്റിൽ ഒരുമിച്ച് പോയതുമായ ഭൂതകാല ഓർമ്മകൾ പറയാൻ തുടങ്ങി. ആ ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൾ ഇതൊക്കെ അറിഞ്ഞത്? ആ ചെറുപ്പക്കാരന്റെ ആത്മാവ് തന്റെ ഭാര്യയുടെ ശരീരത്തിൽ പ്രവേശിച്ചതാണെന്ന് ഭർത്താവ് ഉറപ്പിച്ചു. അങ്ങനെ അവരുടെ വീട്ടിലുള്ളവർ എന്റെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീടാണല്ലോ അവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ടുള്ളത്. അവർ വന്ന് വാതിലിൽ മുട്ടി. എന്റെ അച്ഛനെ വിളിച്ചു. പെട്ടെന്ന് എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, ഒരു കാര്യമുണ്ട്. അങ്ങനെ ഞാനും എന്റെ കുടുംബവും അവരുടെ വീട്ടിലേക്ക് പോയി. എന്റെ അച്ഛനെ കണ്ടപ്പോൾ ആ സ്ത്രീ ആ ചെറുപ്പക്കാരന്റെ ശബ്ദത്തിൽ അച്ഛനെ അഭിവാദ്യം ചെയ്യുകയും എന്നോട് പഠനമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ശബ്ദവും പെരുമാറ്റവും എല്ലാം ഞങ്ങളുടെ അയൽവക്കക്കാരനായിരുന്ന ശങ്കറിന്റെ അതേപടിയായിരുന്നു. തുടർന്ന് താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ചേർന്ന് തന്നെ ചതിച്ചു കൊല്ലുകയായിരുന്നെന്നും അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്നും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവൻ വിളിച്ചു പറഞ്ഞു. രാത്രിയിൽ അവന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് അമ്മയെ വിളിച്ചിരുന്നത് അവൻ തന്നെയാണെന്നും അവൻ പറഞ്ഞു. ഇതെല്ലാം എന്റെ കൺമുന്നിൽ കാണുമ്പോൾ ഞാൻ പേടിച്ച് വിറക്കുകയായിരുന്നു. എന്റെ കാലുകൾ ഭയങ്കരമായി വിറയ്ക്കുകയും ആ തണുപ്പ് കാലത്ത് പോലും ഞാൻ വിയർക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു. പിന്നീട് ആ ഭർത്താവ് തന്റെ സുഹൃത്തിനോട് ഭാര്യയുടെ ശരീരം വിട്ടുപോകാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ അവൻ പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അവർ ആ പയ്യന്റെ അച്ഛനെ വിളിച്ചു വരുത്തി. ജീവിച്ചിരുന്നപ്പോൾ ആ പയ്യന് ആകെ പേടിയുണ്ടായിരുന്നത് അവന്റെ അച്ഛനെ ആയിരുന്നു. അദ്ദേഹം വന്ന് അവനെ ഒരുപാട് ശകാരിച്ചു. നീ എന്താണീ കാണിക്കുന്നത്? നിന്റെ മരണം കാരണം ഞങ്ങൾ ഇതിനകം തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിന്റെ മരണവുമായി ഒരു ബന്ധവുമില്ലാത്ത അയൽക്കാരെയും നീ ഉപദ്രവിക്കുകയാണ്. അതിനുശേഷം ആ പയ്യൻ എല്ലാവരോടും ക്ഷമ ചോദിച്ചു. ഇനി ഭാവിയിൽ നീ അങ്ങനെ എല്ലാവരെയും ശല്യം ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും അതിന് ഉത്തരവാദി നീ ആയിരിക്കുമെന്നും അവന്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകി. ഈ സംഭവത്തിന് ശേഷം എന്റെ അമ്മ കുറച്ച് ഗംഗാജലം ആ സ്ത്രീയുടെ ശരീരത്തിൽ തളിക്കുകയും കുറച്ച് വെള്ളം കുടിക്കാൻ നൽകുകയും ചെയ്തു. അതോടെ അവൾ സാധാരണ നിലയിലായി. എന്താണ് സംഭവിച്ചത്? എന്തിനാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നവൾ ചോദിക്കുകയും ചെയ്തു. അന്ന് രാത്രി ആ വീട്ടിലുള്ള ആരും തന്നെ ഭയം കാരണം ഉറങ്ങിയില്ല. അടുത്ത 10-15 ദിവസത്തേക്ക് അർദ്ധരാത്രിയിൽ തനിയെ ബാത്റൂമിൽ പോകാൻ പോലും എനിക്ക് ഭയമായിരുന്നു. ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റിലൂടെ നിങ്ങൾ അതെന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിട.